ഇവിടെ ഒരു കെമിസ്ട്രി പ്രൊഫസർ ഒരു പെണ്ണിന്റെ പുറകെ നടന്നു വളയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാളെ ആ പെണ്ണിന് ഇഷ്ടപ്പെടില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോൾ അയാൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു സാധനം കണ്ടുപിടിക്കുന്നു. അത് അയാൾ സ്വയം പരീക്ഷിക്കാൻ വേണ്ടി അയാളുടെ മേത്ത് തന്നെ പ്രയോഗിച്ചു. അയാൾ അതെടുത്തങ്ങ് കുടിച്ചു. അയാൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ മേലൊക്കെ ആകെ എന്തോ പോലെ തോന്നി. എന്നിട്ട് അവിടെ വീണു. എണീറ്റ് കണ്ണാടിയിൽ പോയി നോക്കിയപ്പോ പഴയ അയാളല്ല ഇപ്പോ, പഴയ ഞാനുണ്ടല്ലോ. ഞാനിവിടെ അല്ല, വേറെ ഏതോ സ്ഥലത്ത്. ഫിറ്റ് ബോഡിയൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ലൂസായി കിടക്കുന്നു. ഹൈ ഞാൻ മെലിഞ്ഞേ എന്നും പറഞ്ഞ് ചാടി കളിച്ചു. സംശയം തോന്നി പാന്റിന്റെ ഉള്ളിലേക്ക് വരെ നോക്കി. ശരിക്കും ഞാൻ മെലിഞ്ഞേ എന്ന് ഇല്ലാത്ത ആളുകളോട് വിളിച്ചു കൂവി. ആദ്യം അയാൾ പോയതൊരു തുണിക്കടയിലേക്കാ. അവിടെ നിന്ന് കുറെ ഡ്രസ്സൊക്കെ വാങ്ങി എല്ലാം ഇട്ട് നോക്കി. ഇപ്പൊ ഞാൻ തന്ത വൈബല്ല, വൈബ് തന്തയാണെന്ന് പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ഫാഷൻ ഷോ നടത്തി. തീർന്നില്ല, പെണ്ണുങ്ങളെ കൂടെ വരെ ഡാൻസ് കളിച്ചു. അയാൾ ലാബിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അയാൾക്ക് ക്രഷുള്ള ആ പെണ്ണ് മാഷിനെ അന്വേഷിച്ചു വന്നു. പെണ്ണ് പ്രൊഫസർ അല്ലേ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പ്രൊഫസറിന്റെ ഫ്രണ്ടാണ്, അയാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കമ്പനിയായി. അപ്പൊ ആ ചങ്ങായ പെണ്ണിന്റെ തോളത്ത് കൈവച്ചു. അപ്പതേ കൈ ഒറ്റയടിക്ക് തടിച്ച് പഴയ പോലെയായി. അറിയാത്ത ഭാവം നടിച്ച് ആ പെണ്ണിനെ വേഗം പറഞ്ഞയച്ചു. സംഭവം കുറച്ചു നേരം മാത്രമേ മെലിഞ്ഞു നിൽക്കുള്ളൂ അത് കുടിച്ചാല്. അയാൾ പിന്നെ മരുന്നുണ്ടാക്കി കുടിച്ച് ആ പെണ്ണിന്റെ കൂടെ രാത്രി പബ്ബിലേക്ക് പോയി. അപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചെങ്ങായുടെ ചുണ്ട് കോഴിയെ പോലെയായി. അപ്പോഴേക്കും പഴയ പോലെ ആയോ എന്ന് വിചാരിച്ച് അവളെ മാനേജ് ചെയ്ത് വേഗം പോയി വണ്ടിയിലിരുന്നു. അപ്പോഴേക്കും ദേ ചുണ്ട് തൂങ്ങിയിരിക്കുന്നു. കയ്യും കാലും ഫുള്ള് വലുതായി. കാറ് നിറഞ്ഞു. കാല് വീർത്തപ്പോ കാർ അങ്ങ് പോയി. അയാൾക്കാണെങ്കിൽ കുട്ടിക്കാരിൽ നിന്ന് ഇറങ്ങാനും പറ്റണില്ല. അവസാനം ഫയർഫോഴ്സ് വന്ന് പൊളിച്ചെടുത്തു പുറത്ത്.